പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളിൽ അനിശ്ചിതത്വം തുടരുന്നു. ഭീഷണി തള്ളി ഇറാൻ. അമേരിക്കയുമായി ചർച്ചയ്ക്കില്ല. ചെങ്കടൽ തീരത്തെ സൗദിയുടെ യാംബു തുറമുഖത്തിന് മുന്നറിയിപ്പ്. ഹോർമുസിന് പുറത്തെ തുറമുഖങ്ങളും യുദ്ധമുഖമായി മാറ്റുമെന്ന് ഇറാൻ. വെടിനിർത്തൽ സമയം തീർന്നാൽ നിരവധി ബോംബുകൾ പൊട്ടാൻ തുടങ്ങുമെന്ന് ട്രംപ്. ഹോർമുസ് ഉപരോധത്തിൽ നിന്ന് പിന്മാറ്റമില്ല. ഉപരോധം ഇറാനെ ഇല്ലാതാക്കുന്നു. പ്രതിദിനം $50 കോടി നഷ്ടം. സമാധാന കരാറിന് തയ്യാറാകണം. യുദ്ധത്തിൽ അമേരിക്ക വിജയിക്കുമെന്നും ട്രംപിന്റെ അവകാശവാദം. ചർച്ച നടത്തിയെടുക്കാൻ പാകിസ്ഥാന്റെ തിരക്കിട്ട ശ്രമങ്ങൾ. പാക് പ്രധാനമന്ത്രിയും ഇറാൻ പ്രസിഡന്റും സംസാരിച്ചു. അസിം മുനീർ ട്രംപിനെ വിളിച്ചു. ഹോർമുസിലെ നാവിക ഉപരോധം കുരുക്കാകുമെന്ന് പാകിസ്ഥാൻ. ചർച്ചയ്ക്കായുള്ള അമേരിക്കൻ സംഘം പാകിസ്ഥാനിൽ. കനത്ത സുരക്ഷയിൽ രാജ്യം. Blockade of Iranian port will be enforced and applies to all vessels regardless of flag. Any vessel that further intends to enter or exit an Iranian port will be subject to the right of visit and search in accordance with international law. If you attempt to run the blockade, we will compel compliance with force. Over. നാവിക ഉപരോധം തുടരുന്നതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പുതിയ വീഡിയോ പുറത്തുവിട്ടു. ഹോർമുസിൽ 27 കപ്പലുകളെ തിരിച്ചുവിട്ടെന്ന് അമേരിക്ക. വൻ ഭീകര ശൃംഖല തകർത്ത UAE. പിടിയിലായത് ഇറാൻ ബന്ധമുള്ള സംഘാംഗങ്ങൾ. ഭീകരാക്രമണങ്ങൾക്കും അട്ടിമറി പ്രവർത്തനങ്ങൾക്കും പദ്ധതിയിട്ടിരുന്നു. ജാഗ്രതയിൽ രാജ്യം. യോഗി ആദിത്യനാഥിനെ കളിയാക്കി മഹുവ മൊയ്ത്ര. ആദിത്യനാഥിന് ബുൾഡോസർ ബുദ്ധി എന്ന് തൃണമൂൽ MP. പരിഹാസം. സുഭാഷ് ചന്ദ്രബോസിന്റെ ഉദ്ധരണി സ്വാമി വിവേകാനന്ദന്റെ എന്ന പ്രസ്താവനയിൽ. നരേന്ദ്രമോദിയുടെ ജാൽമൂരി വീഡിയോയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ 10 കോടി വ്യൂസ്. നേരത്തെ തയ്യാറാക്കിയ പദ്ധതിയെന്ന് മമത. മോദിയുടെ പണമിടപാട് രീതിയെയും പരിഹസിച്ച് ബംഗാൾ മുഖ്യമന്ത്രി. TCS ലൈംഗിക പീഡന മതപരിവർത്തന ആരോപണങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സഹപ്രവർത്തകർ നിരന്തരം ഉപദ്രവിച്ചിരുന്ന യുവതി നവദമ്പതിയായ തന്നെ മോശം വിളിപ്പേരുകൾ ഉപയോഗിച്ച് അപമാനിച്ചു. ഹിന്ദു ദൈവങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ചുവെന്നും യുവതിയുടെ പരാതി. ശരീരത്തിൽ സ്പർശിച്ചുവെന്നും യുവതി. ഉഷ്ണതരംഗത്തിൽ വലഞ്ഞു കേരളം. വേനൽ മഴയും ആശ്വാസമില്ല. വൈദ്യുതി ഉപയോഗം കുത്തനെ ഉയർന്നു. ഡാമുകളിൽ ജലനിരപ്പ് താഴേക്ക്. അവശേഷിക്കുന്നത് ആകെ സംഭരണശേഷിയുടെ 34% മാത്രം വെള്ളം. നീതി തേടി നിതിൻ രാജിന്റെ കുടുംബം. അച്ഛനും ബന്ധുക്കളും ഇന്ന് കണ്ണൂരിൽ. മാനേജ്മെന്റ് പ്രതിനിധികളെ കാണും. പ്രിൻസിപ്പലിനെയും പ്രതിയേർക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച ബന്ധുക്കൾ. ലോൺ ആപ്പ് പ്രതികളുടെ കസ്റ്റഡി ആവശ്യപ്പെടുന്ന ഹർജി ഇന്ന് പരിഗണിക്കും. പ്രതികളായ അധ്യാപകരുടെ മുൻകൂർ ജാമ്യ ഹർജി നാളെ. തമിഴ്നാട്ടിൽ ഇന്ന് കൊട്ടിക്കലാശം. ആവേശമുയർത്തി അവസാന ദിവസത്തെ പ്രചാരണം. ഭരണ തുടർച്ച പ്രതീക്ഷിച്ച DMK. വെല്ലുവിളി ഉയർത്താൻ വിജയുടെ TVK. ആവേശമുയർത്തി കോൺഗ്രസും BJPയും. വിനോദഗർ പടക്കശാല ദുരന്തത്തിൽ മരിച്ച 14 പേരുടെ സംസ്കാരം ഇന്ന്. ധനസഹായത്തിൽ തീരുമാനമായില്ല. 8 മൃതദേഹങ്ങൾ മോർച്ചറിയിൽ. 22 പേർ ചികിത്സയിൽ. പടക്കശാല ഉടമകളെ കണ്ടെത്താനാകാതെ പോലീസ്. പിണറായി വിജയന്റെ മകന്റെ ഗുരുവായൂർ സന്ദർശനത്തിൽ വിവാദം. ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ കയ്യേറ്റം ചെയ്തു. മൊബൈലിൽ പകർത്തിയവരോട് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. വിവേകിനെത്തിയത് കുടുംബസമേതം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.